ഹായ്, സൈലം BScയുടെ മറ്റൊരു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് അവരുടെ മാത്തമാറ്റിക്സ് സിലബസിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് 10th പ്രിലിംസിന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കും, ചെറിയൊരു കണക്ഷൻ കിട്ടും, ഓക്കെ ആയിട്ട് മാറും. നോക്കാം, തുടങ്ങാം. അപ്പോൾ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടേമുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ലാഭവും നഷ്ടവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള ടേമുകൾ? ഒരു കച്ചവടക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ചാലാണ് ആ ടേമുകൾ നമുക്കൊന്ന് മനസ്സിലാവുക. എന്തൊക്കെയാണ്? വാങ്ങിയ വില, അതായത് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ കൊടുക്കുന്ന വില, അതാണ് വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കുക. ആ സാധനം നമ്മൾ വിൽക്കുമ്പോൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ വിൽക്കുമ്പോൾ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് ആ വിലയാണ് വിൽക്കുന്ന വില, അല്ലെങ്കിൽ സെൽഡ് പ്രൈസ് എന്ന് പറയപ്പെടുന്നത്. നമ്മളൊരു സാധനം കുറച്ച് എമൗണ്ടിന് വാങ്ങി അതിനേക്കാൾ കൂടിയ ഒരു എമൗണ്ടിന് വിറ്റാൽ നമുക്ക് കുറച്ച് ലാഭം കിട്ടും. അതിന് നമ്മൾ പ്രോഫിറ്റ് എന്നാ വിളിക്കുക, ലാഭം അഥവാ പ്രോഫിറ്റ്. നമ്മൾ ഒരു വസ്തു കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങി അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിന് അയാൾ വിറ്റാൽ നമുക്കുണ്ടാകുന്നത് നഷ്ടം, ലോസാണ്. ലാഭം നഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 2-3 ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടത്തിൽ നിന്ന് 10th പ്രിലിംസിന് കണ്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ലാഭശതമാനം നഷ്ടശതമാനം കണ്ടെത്തുന്ന ചോദ്യങ്ങൾ. ലാഭശതമാനം കണ്ടെത്താനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം അത് എന്താന്ന് മനസ്സിലാക്കുക. ലാഭം നമ്മുടെ വാങ്ങിയ വിലയുടെ എത്ര ശതമാനമാണ്, അതാണ് ലാഭശതമാനം. ലാഭശതമാനം കാണാനുള്ള പരിപാടി ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്താൽ മതി. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് വാങ്ങിയ വിലയുടെ എത്ര ശതമാനമാണ് നഷ്ടം വന്നത്, അതാണ് നഷ്ടശതമാനം എന്ന് പറയുന്നത്. നഷ്ടശതമാനം കാണാൻ എന്താ ചെയ്യുക? നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം, ലാഭശതമാനം കാണാനും നഷ്ടശതമാനം കാണാനും താഴെ കൊടുക്കേണ്ടത് വാങ്ങിയ വിലയാണ്. അതെപ്പോഴും സെയിമാ. അതാണ് നമ്മുടെ പരിപാടി കണക്ക്. അപ്പൊ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 25,000 രൂപയ്ക്ക് വാങ്ങിയ അലമാറ 23,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം? അപ്പൊ ഇവിടെ വാങ്ങിയ വില എത്രയാണ്? കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 25,000 രൂപ. വിറ്റ വില സെൽഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,000 രൂപയാണ്. അപ്പൊ നമുക്കറിയാം 25,000 രൂപയ്ക്ക് വാങ്ങിയിട്ട് 23,000 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നഷ്ടമാണല്ലോ ഉണ്ടാവുക. എത്രയാണ് അവിടുത്തെ നഷ്ടം? അതൊന്ന് പറഞ്ഞേ. അവിടുത്തെ നഷ്ടം എത്രയാ? 25,000 വാങ്ങിയിട്ട് 23,000 കൊടുക്കുകയാണെങ്കിൽ 2,000 രൂപയാണ് അവിടുത്തെ നഷ്ടം. നമുക്ക് കാണേണ്ടത് നഷ്ടശതമാനമാണ്. നഷ്ടശതമാനം കാണാൻ എന്താ ഐഡിയ എന്ന് ഞാൻ പറഞ്ഞു. നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം എത്രയാ? 2,000. ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാ? 25,000 ഇൻറ്റു 100 ചെയ്താൽ മതി, നഷ്ടശതമാനം കിട്ടും. അപ്പൊ സീറോസ് ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 പോയി. ബാക്കിയുള്ളത് 200 ഹരിക്കണം 25. 200 എത്ര? 25. 100 4 25 അല്ലേ? അപ്പൊ 200 8 25 വരിക. അപ്പൊ ഇവിടുത്തെ നഷ്ടശതമാനം വരിക 8%. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഐഡിയ മനസ്സിലായോ? ഒന്നും കൂടെ പറയാം, ശരിക്കൊന്ന് ശ്രദ്ധിക്കും. വാങ്ങിയ വില 25,000, വിറ്റ വില 23,000. 25,000 വാങ്ങിയിട്ട് 23,000 വിറ്റാൽ നമുക്കറിയാം നഷ്ടം. എത്ര നഷ്ടം? 2,000 രൂപ നഷ്ടം. നമ്മളോട് നഷ്ടശതമാനം കാണാൻ ചോദിച്ചാൽ ആ 2,000 രൂപ വാങ്ങിയ വിലയുടെ എത്ര ശതമാനമാണെന്ന് കണ്ടെത്തിയാൽ മതി. അതിനെന്താ ചെയ്യുക? നഷ്ടം എടുക്കുക 2,000 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എടുക്കുക 25,000 ഗുണിക്കണം 100 ചെയ്താൽ മതി. സീറോസ് അറ്റത്തുള്ളത് പൂട്ട്.
ഒരു 0 ഉണ്ടാവുള്ളൂ. സീറോസ് അറ്റത്തുള്ളത് വെട്ടാം. ഒരു 0 ഒരു 0, ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0. ബാക്കി 200/25 200/25 എന്ന് പറഞ്ഞാൽ 8%. പെട്ടെന്ന് ഉത്തരത്തിലേക്ക് കിട്ടി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റാണി 180 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങി, 198 രൂപയ്ക്ക് വിറ്റു. ലാഭശതമാനം എങ്ങനെയാ ലാഭശതമാനം കാണുക? ലാഭശതമാനം കാണണമെങ്കിൽ ആദ്യം ലാഭം കാണണം. നോക്ക്, 180 രൂപയ്ക്ക് വാങ്ങി 198 രൂപയ്ക്ക് വിറ്റാൽ 18 രൂപയാണ് ലാഭം അല്ലേ? 180 വാങ്ങി 198 കൊടുത്തു, ലാഭം 18. 198 180 കുറച്ചാലും മതി, 18 രൂപയാണ് ലാഭം. അപ്പൊ ലാഭശതമാനം കാണാൻ ലാഭം 18 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 180 രൂപയ്ക്കാ വാങ്ങിയത്, 180 ഗുണിക്കണം 100 ചെയ്താൽ മതി. എത്ര 0? ഒരു 0 ഒരു 0 വെട്ടി, 18 വെട്ടി, ബാക്കി അവിടെ ഉണ്ടാവുക 10. അപ്പൊ ഉത്തരം 10%. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. പെട്ടെന്ന് ഉത്തരം കിട്ടി. ഒന്നും കൂടെ ചെയ്യാം. അതേ മോഡൽ ഒന്നും കൂടെ. 1 കിലോ ആപ്പിളിന്റെ വില 180 രൂപ. ഇത് 201.60 രൂപയ്ക്ക് വിറ്റു. ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം ഇതിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ, ലാഭല്ലേ. 180 വാങ്ങി 201.60 വിറ്റു, ലാഭം ഉറപ്പാ. അപ്പൊ ലാഭശതമാനമാണ് നമുക്ക് കാണേണ്ടത്. ലാഭശതമാനം കാണണമെങ്കിൽ ലാഭം അറിയണം. എത്രയാ ലാഭം? 180 വാങ്ങി 201.60 വിറ്റു. 180 201.60 എത്രയുണ്ട്? 180 200 20, പിന്നെ ഒരു 1.60. അപ്പൊ 21.60 ലാഭം വരുന്നത്. എടാ 21.60 എന്ന് പറഞ്ഞാൽ 21.6 തന്നെ. കാരണം പോയിന്റ് കഴിഞ്ഞ് അറ്റത്തുള്ള പൂജ്യങ്ങൾക്ക് വിലയില്ല. അപ്പൊ 21.60 എന്ന് പറഞ്ഞാൽ 21.6 തന്നെ. 53.720 എന്ന് പറഞ്ഞാൽ 53.72 തന്നെ. പോയിന്റ് കഴിഞ്ഞ് അറ്റത്തുള്ള പൂജ്യങ്ങൾക്ക് എന്തില്ല? വിലയില്ല. അപ്പൊ ഇവിടുത്തെ ലാഭം എത്രയാ? 180 വാങ്ങി 201.60 വിറ്റു. അപ്പൊ ലാഭം കിട്ടുന്നത് 21.60 അഥവാ 21.6. അത്ര 21.6 ആണ് അവിടെ ലാഭം. അപ്പൊ ലാഭശതമാനം കാണാം. ലാഭം 21.6 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 180 ഗുണിക്കണം 100. ഇതാണ് ഇക്വേഷൻ. ഒരു 0 വെട്ടി. ഇവിടെ നോക്ക്, 21.6 ഗുണിക്കണം 10 ചെയ്താൽ എത്രയാ? എടാ 10 കൊണ്ട് ഗുണിച്ചാൽ ഒരു സ്ഥാനം പോയിന്റ് ഒഴിവാക്കാൻ പറ്റും, 216. അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ദശാംശ സംഖ്യകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. 10 കൊണ്ട് ഗുണിച്ചാൽ ഒരു സ്ഥാനം പോയിന്റ് കളയാം. 20 അല്ലെങ്കിൽ 100 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ 2 സ്ഥാനം പോയിന്റ് കളയാം. നോക്ക്, 1.25 100 കൊണ്ട് ഗുണിച്ചു എന്ന് വിചാരിക്കുക, 2 സ്ഥാനം പോയിന്റ് നമുക്ക് റിമൂവ് ആക്കാം. 1.345 1000 കൊണ്ട് ഗുണിച്ചു എന്ന് വിചാരിക്കുക, 3 സ്ഥാനം പോയിന്റ് കളയാം. എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം പോയിന്റ് നമുക്ക് റിമൂവ് ആക്കാം. ഇവിടെ 21.6 ഒരു സ്ഥാനം പോയിന്റ് ഉള്ളത്. ഒരു 0 കൊണ്ട് ഗുണിച്ചാൽ അത് 216 ആകും ഡിവൈഡഡ് ബൈ 18. 216 18 കൊണ്ട് ഹരിക്കണം. ചിലവർക്ക് ഹരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഡയറക്റ്റ് ആയിട്ട് ഹരിക്കാൻ അറിയാത്തവരൊരു ഐഡിയ ചെയ്യ്. അത് രണ്ടും ഇരട്ട സംഖ്യയല്ലേ, അപ്പൊ പകുതി എടുത്തിട്ട് ഹരിച്ചാലും മതി. 216 പകുതി 108, 18 പകുതി എന്ന് പറഞ്ഞാൽ 9. ഇനി ഹരിച്ചു നോക്കിയാൽ മതി. 108 എത്ര 9 ഉള്ളത്? 10 1 9 1 9 9. 10 9 പോയാൽ 1 ശിഷ്ടം 8 ഇറക്കിടുന്നു. 18 2 9 2 9 18 ശിഷ്ടം 0. അപ്പൊ ഉത്തരം 12. എത്രയാ ശതമാനം? 12%. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം. ഇനി ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറ്റാൻ പോകട്ടോ. ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറ്റുക. ഐഡിയ തന്നെ, പക്ഷെ ട്രാക്ക് ഒന്ന് മാറും. സുധീർ ഒരു അലമാറ 13,600 രൂപയ്ക്ക് വാങ്ങി. യാത്രാ ചെലവ് 400 രൂപ. അയാൾ അലമാറ 16,800 വിറ്റാൽ ലാഭശതമാനം എത്രയാന്ന് കണ്ടെത്തണം. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് ലാഭശതമാനം. നോക്കാം എങ്ങനെയാണ് ലാഭശതമാനം കണ്ടെത്തുക. സിമ്പിൾ അല്ലേ? പരിപാടി എന്താ? ആദ്യം ലാഭം കാണണം. ലാഭം കാണണമെങ്കിൽ ആദ്യം എത്ര രൂപ ചെലവായി എന്ന് ആലോചിക്കണം. നോക്കടാ, 13,600 രൂപയാണ് വാങ്ങിയ വില. ഇതെല്ലാം നമ്മൾ വാങ്ങിയ വിലയായിട്ട് എടുക്കുക. നമുക്കത് വാങ്ങാനായിട്ട് എന്തൊക്കെ ചെലവുകൾ വന്നോ അതെല്ലാം കൂടെ കൂട്ടിയ എമൗണ്ട് ആണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വിലയായിട്ട് കൺസിഡർ ചെയ്യുക. ഇത് 13,600 രൂപ ആ അലമാറക്ക് ചെലവായി.
400 രൂപ ടോട്ടൽ എന്തും വന്നു, യാത്രയ്ക്കുള്ള കോസ്റ്റും വന്നു. അപ്പൊ ടോട്ടൽ എത്ര രൂപ ചെലവായിട്ടുണ്ട്? 13,600-ഉം 400-ഉം കൂട്ടിയാൽ 14,000 രൂപ ആ മേശയ്ക്ക് ചെലവായി. അപ്പൊ വാങ്ങിയ വിലയായിട്ട് നമ്മൾ 13,600 അല്ല എടുക്കുക, കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയായിട്ട് 14,000 എടുക്കുക. 13,600 ആ ടേബിളിന് ആ അലമാരക്ക് ചെലവായി. അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 600 വന്നു. അപ്പൊ ടോട്ടൽ 14,000 രൂപ ചെലവായി. വിറ്റത് എത്ര രൂപയ്ക്കാ? സെൽഡ് പ്രൈസ് എത്രയാ? 16,800 വിറ്റത്. അപ്പൊ ആലോചിക്ക്, ലാഭം എത്രയാ? 14,000 വാങ്ങി, 16,800 വിറ്റു. 2,800 അവിടെ ലാഭമല്ലേ? 2,800 അവിടെ ലാഭമാണ്. അപ്പൊ 2,800 ആണ് ലാഭം. നമുക്ക് കാണേണ്ടത് ലാഭ ശതമാനമാണ്. ലാഭം 2,800 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 13,600 അല്ല വാങ്ങിയ വില. ടോട്ടൽ അവിടെ എത്ര കോസ്റ്റ് വന്നു? 14,000 ഇൻറ്റു 100 ചെയ്താൽ ഉത്തരം കിട്ടും. 1 0 1 0 2 0 വെട്ടി. ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0 വെട്ടി. ബാക്കി 280 ഹരിക്കണം 14. 28-ല് 2 14. അപ്പൊ 280-ല് 20 14 അല്ലേ വരിക? therefore 20 ആണ് ഉത്തരം കിട്ടുക. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിളാ, ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തു എന്ന് മാത്രം. അടുത്ത അതേപോലെ തന്നെ രാഹുൽ 2,500 രൂപയ്ക്ക് പഴയ ഒരു TV വാങ്ങി. 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്ത് 3,850 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റു. രാഹുലിന് എത്ര ശതമാനം ലാഭം? ആലോചിക്ക്. ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില എത്രയാ? 2,500 അല്ല. ആലോചിക്ക്, 2,500 രൂപയ്ക്ക് TV വാങ്ങി, 1000 രൂപയ്ക്ക് അതിന്റെ കേടുപാടുകൾ തീർത്തു. അപ്പൊ തന്നെ 2,500-ഉം 1000-ഉം 3,500 രൂപ ചെലവായി. അപ്പൊ അവിടുത്തെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയായിട്ട് നമ്മൾ 3,500 എടുക്കുക. വിറ്റ വില സെൽഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,850. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് ലാഭ ശതമാനം കാണാനാ. നമുക്കറിയാം ലാഭ ശതമാനം കാണാൻ ആദ്യം ലാഭം കാണണം. 3,500-ന് വാങ്ങി, 3,850-ന് വിറ്റു, ലാഭം കിട്ടുക 850. അപ്പൊ ലാഭം 850 അല്ലല്ലോ, 350 ആട്ടോ ലാഭം വരിക. ലാഭം കിട്ടുക 350 ഡിവൈഡഡ് ബൈ ടോട്ടൽ വാങ്ങിയ വില എന്ന് പറയുന്നത് 2,500 അല്ല കൂട്ടുക, 3,500 ഗുണിക്കണം എത്രയാ? 100. 2 പൂജ്യങ്ങൾ ഇവിടെ പോവും. 350-ല് എത്ര? 35. 10 എണ്ണം. അപ്പൊ ലാഭ ശതമാനം 10. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടി. ഇനി നമ്മളെ ടൈപ്പ് മാറ്റുക. ഇനി ലാഭ ശതമാനത്തിൽ തന്നെ കുറച്ചും കൂടെ ടോപ്പിക് മാറ്റാൻ പോവാണ്. കുറച്ചും കൂടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. തുടങ്ങാം. ഇത് സാധാരണയായിട്ട് വന്ന് കണ്ടിട്ടുള്ള ചോദ്യമാണ്. കുട്ടികൾക്കൊക്കെ ഉത്തരം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓവറായിട്ട് ചിന്തിച്ചാൽ കയ്യിൽ നിന്ന് പോകുന്ന ചോദ്യം. അപ്പൊ ആലോചിക്കുക, എന്താ ചോദ്യത്തിൽ പറഞ്ഞത്? ഒരാൾ 400 ആപ്പിൾ വിറ്റപ്പോൾ 480 ആപ്പിളിന്റെ വാങ്ങിയ വില ഈടായെങ്കിൽ അയാളുടെ ലാഭ ശതമാനം എത്ര? ആലോചിക്കുക. ഒരാള് 400 ആപ്പിളുകൾ വിറ്റു. അപ്പൊ അയാൾക്ക് 480 ആപ്പിളുകൾ വാങ്ങിയ വില കിട്ടി. അങ്ങനെയാണെങ്കിൽ 80 ആപ്പിളുകളുടെ വില അയാൾക്ക് ലാഭ. അപ്പൊ അവിടുത്തെ ലാഭ ശതമാനം എത്രയാന്ന് കണ്ടെത്തണം. ഒന്നുകൂടെ പറയാം. 400 ആപ്പിളുകൾ വിറ്റപ്പോ തന്നെ 480 ആപ്പിളുകളുടെ പൈസ അയാളെ കീസയിലായി. അപ്പൊ ഇനിയുള്ള 80 ആപ്പിളുകളുടെ വില അയാൾക്ക് ലാഭ. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ ചിന്തിക്കുക. ചെയ്യേണ്ട പരിപാടി ഇങ്ങനെ പല ചോദ്യങ്ങളും വരും. വാങ്ങിയ വില, അതായത് 10 സാധനങ്ങൾ വാങ്ങിയ വില 20 സാധനങ്ങൾ വിറ്റ വിലയ്ക്ക് ഈക്വല. 20 സാധനങ്ങൾ വാങ്ങിയ വില 10 സാധനങ്ങൾ വിറ്റ വിലയ്ക്ക് ഈക്വല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാണ്, മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ വരും. അതിനൊക്കെ ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് കൺഫ്യൂഷൻ അടിച്ച് ഇടങ്ങാറായി പോവും. നോക്ക്, ആലോചിക്കുക. അപ്പൊ ഇവിടെ എന്താണ്? 400 ആപ്പിൾ വിറ്റപ്പോൾ, അപ്പൊ നോക്ക്, വിറ്റത് 400 ആപ്പിൾ. 480 ആപ്പിളിന്റെ വാങ്ങിയ വില ഈടായി. വാങ്ങിയ വില ഈടായത് 480 ആപ്പിളിൻ്റെതാ. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാര്യങ്ങൾ എഴുതുക. ഇങ്ങനെ എഴുതി വെക്കരുത്. നേരെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് എഴുതി വെക്കുക. അപ്പൊ പെട്ടെന്ന് ഉത്തരം കിട്ടും. നോക്ക്, 400 ആപ്പിൾ വിറ്റപ്പോൾ, അപ്പൊ വിറ്റ വിലയല്ല 400 നിങ്ങൾ എഴുതുക. നേരെ ഓപ്പോസിറ്റ് എഴുതുക. എന്താ? വാങ്ങിയ വില 400 എഴുതി വെക്കുക. 480 ആപ്പിളിന്റെ വാങ്ങിയ വില കിട്ടി. അപ്പൊ വാങ്ങിയ വില അല്ല നിങ്ങൾ എഴുതി വെക്കുക, വിറ്റ വില എഴുതി വെക്കുക. എത്രയാണ്? 480. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക. എന്നിട്ട് സാധാ പോലെ ലാഭം എഴുതുക. അതാണ് ഐഡിയ. അപ്പൊ നോക്കാം.
വാങ്ങിയ വില 400 വിറ്റ വില 480. പക്ഷെ ചോദ്യത്തിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ റോങ് ആണ് അടിക്കുക. 400 ആപ്പിൾ വിറ്റു, അപ്പൊ വിറ്റ വില 400. 480 ആപ്പിളിന്റെ വാങ്ങിയ വില കിട്ടി, അപ്പൊ വാങ്ങിയ വില 480. നേരെ ഓപ്പോസിറ്റ്. നിങ്ങൾക്ക് എന്താണോ ചിന്തിക്കാൻ തോന്നുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ അതിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ വിറ്റ വിലയല്ല, വാങ്ങിയ വില 400, വിറ്റ വില 480. അപ്പൊ തന്നെ നമുക്ക് ലാഭം കിട്ടി. ലാഭം എത്രയാ? 400 വാങ്ങി, 480 വിറ്റു, ലാഭം 80. ലാഭ ശതമാനം കാണണം. ലാഭ ശതമാനം കാണാൻ ലാഭം 80 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 400 ഇൻറ്റു 100 ചെയ്യണം. ഗുണിച്ചു നോക്കാം. ഒരു 0 ഇവിടെ പോയി. ബാക്കി 80/4 എത്ര ശതമാനം? 20%. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് അതിൻ്റെ റൈറ്റ് വേ. അങ്ങനെ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് തെറ്റുണ്ടാക്കും. അതിനുവേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ഒന്നും കൂടെ ചെയ്താൽ മനസ്സിലാവും. ഒരു കന്നുകാലി വ്യാപാരി 60 പശുക്കളെ വിറ്റു. അപ്പൊ ആലോചിക്കുക, വിറ്റ വില 60 അല്ല, വാങ്ങിയ വില 60. വിറ്റ വിലയല്ല, വാങ്ങിയ വില 60. വിറ്റപ്പോൾ 90 പശുക്കളുടെ വാങ്ങിയ വില ഈടായി. വാങ്ങിയ വിലയല്ല, അവിടെ വിറ്റ വില എത്രയാണ്? 90. അപ്പോ 60 എണ്ണം വാങ്ങി, 90 എണ്ണം വിറ്റു. ലാഭം എത്രയാന്ന് ആലോചിക്കുക. 30 എണ്ണം ലാഭമാണ്. ലാഭ ശതമാനമാണ് ചോദിച്ചിട്ടുള്ളത്. ലാഭ ശതമാനം കാണാൻ ലാഭം 30 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാ? 60 ഗുണിക്കണം 100 ചെയ്താൽ മതി. ഒരു 0 പോയി. 30/6 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 × 10 കിട്ടുന്നത് എത്രയാ? 50 ആണ്. ദെർഫോർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക, 50%. ഇതാണ് ഐഡിയ. ഒന്നും കൂടെ. 50 നോട്ട് ബുക്കിന്റെ വാങ്ങിയ വില 40. 50 നോട്ട് ബുക്കിന്റെ വാങ്ങിയ വില 40 നോട്ട് ബുക്കിന്റെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അപ്പൊ നോക്ക്, വിറ്റ വില 40 അല്ല, അത് വാങ്ങിയ വിലയാണ്. അപ്പൊ വാങ്ങിയ വില എത്രയാണ്? 40. വാങ്ങിയ വില 50 എന്ന് വായിക്കുമ്പോൾ തോന്നും, പക്ഷെ അത് വിറ്റ വിലയാക്കി എഴുതണം. വിറ്റ വില 50. അപ്പൊ 40 എണ്ണം വാങ്ങി, 50 എണ്ണം വിറ്റു. ലാഭം എത്രയാണ്? 10 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ ലാഭ ശതമാനം കാണാനായിട്ട് ലാഭം 10 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 40 ഇൻറ്റു 100 ചെയ്താൽ മതി. ഒരു 0 വെട്ടി. 10 10 100. 100/4 എന്ന് പറഞ്ഞാൽ 25. അപ്പൊ എത്രയാണ് ശതമാനം വരിക? 25%. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഐഡിയ കിട്ടിയല്ലോ. ആ ടൈപ്പിലുള്ളത് നമ്മൾ നിർത്തി. ഇനി അടുത്ത ടൈപ്പിലേക്ക് പോവാം. ലാഭവും ശതമാനവും, ലാഭ ശതമാനം, നഷ്ട ശതമാനം, ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു കൺഫ്യൂസിങ് ചോദ്യം കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ, സ്ഥിരം വരുന്നത്. ഒരു കച്ചവടക്കാരൻ 100 രൂപയ്ക്ക് 5 എന്ന തോതിൽ ബുക്ക് വാങ്ങി. 100 രൂപയ്ക്ക് 4 എന്ന തോതിൽ അത് വിറ്റു. അയാൾക്ക് കിട്ടിയ ലാഭ ശതമാനം എത്ര? അപ്പൊ ആലോചിക്ക്, ഒരു കച്ചവടക്കാരൻ 100 രൂപയ്ക്ക് 5 ബുക്ക് വാങ്ങി. അതായത് 5 ബുക്കിന് 100 രൂപ എന്നുള്ള രീതിയിൽ വാങ്ങി. എന്നിട്ടോ 4 ബുക്കിന് 100 രൂപ എന്നുള്ള രീതിയിൽ അയാൾ വിറ്റു. അപ്പൊ ലാഭമല്ലേ കിട്ടുക? 5 ബുക്കുകൾ 100 രൂപ എന്നുള്ള തോതിന് അയാൾ വാങ്ങി. 4 ബുക്കുകൾ 100 രൂപയ്ക്ക് അയാൾ വിറ്റു. അപ്പോഴും ഒരു ബുക്ക് ബാക്കിയ അയാൾക്ക് ലാഭം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലാഭ ശതമാനം എത്ര? ഒന്നും കൂടെ പറയാൻ ചോദ്യം. 5 നോട്ട് ബുക്കുകൾ 100 രൂപയ്ക്ക് വാങ്ങി. എന്നിട്ടോ 4 നോട്ട് ബുക്കുകൾ 100 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ ലാഭ ശതമാനം എത്ര? അപ്പൊ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഐഡിയ ആദ്യം മനസ്സിലാക്കുക. എടാ, 5 നോട്ട് ബുക്കുകൾ 100 രൂപയ്ക്ക് വാങ്ങിയാൽ ഒരു നോട്ട് ബുക്കിന്റെ വില എത്രയായിരിക്കും? ഒരു നോട്ട് ബുക്കിന്റെ വില 5 നോട്ട് ബുക്കുകൾ 100 രൂപയ്ക്ക് വാങ്ങി. ഒരു നോട്ട് ബുക്കിന്റെ വില 20 രൂപ. 4 നോട്ട് ബുക്കുകൾ 100 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ഒരു നോട്ട് ബുക്കിന്റെ വില 25 രൂപ. അപ്പൊ 20 രൂപയ്ക്ക് വാങ്ങി, 25 രൂപയ്ക്ക് വിറ്റു. ലാഭം 5 ആണ്. അപ്പൊ ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം 5 ബൈ വാങ്ങിയ വില 20 ഗുണിക്കണം 100 ചെയ്താൽ മതി. ഒരു 0 വെട്ടി. 5 × 10 50. 50/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 25%. ഓപ്ഷൻ ബി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. 25% എന്ന് ഉത്തരം കിട്ടുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യമൊക്കെ ഓക്കെ ആണല്ലോ, കിട്ടിയിട്ടുണ്ടല്ലോ. നോക്കാം, ഒന്നും കൂടെ പറയാം. ഇതാണ് ഇതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള വേ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള വേ. ഇതത് ചെയ്യുന്ന മെത്തേഡല്ല, ഇതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള വേ. ചെയ്യാൻ മറ്റൊരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറയാം. ഒന്നും കൂടെ.
5 നോട്ട് ബുക്ക് 100 രൂപയ്ക്ക് വാങ്ങി, 4 നോട്ട് ബുക്ക് 100 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഒരു നോട്ടിന് 20 രൂപ വാങ്ങിയപ്പോൾ 4 എണ്ണം 100-ന് വിറ്റു എന്ന് പറഞ്ഞാൽ ഒന്നിന് 25 രൂപ. അപ്പോൾ 20 രൂപയ്ക്ക് വാങ്ങി 25-ന് വിറ്റു. ലാഭം 5, ലാഭശതമാനം 5 വാങ്ങിയ വില 20 × 100 ഗുണിക്കുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ബി. പക്ഷെ എല്ലാ കേസിലും ഇങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇതിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കറക്റ്റായിട്ട് 100-ൽ എത്ര 5 ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ 100-ൽ എത്ര 4 ഉണ്ട് 25 എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ ചില കേസുകളിൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം എണ്ണം എഴുതണം, പിന്നെ വില എഴുതണം. അങ്ങനെ തന്നെ എഴുതണം. 5 എണ്ണത്തിന് 100 രൂപ, ആദ്യം എണ്ണം പിന്നെ വില. 4 എണ്ണത്തിന് 100 രൂപ. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം കാണാൻ ആദ്യം നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. വലത്തോട്ട് ഗുണിക്കുക 500 മൈനസ് ഇടത്തോട്ട് ഗുണിക്കുക 4 × 100 400 ഡിവൈഡഡ് ബൈ ആ അവസാനം കിട്ടിയ 400 ഇവിടെ എഴുതി വെക്കുക 400. എന്നിട്ട് ഗുണിക്കണം 100 ചെയ്യുക. എത്രയാ ഗുണിക്കണം 100 ചെയ്താൽ കിട്ടുക? ഒരു 0 ഒരു 0, ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0. 500-ന്ന് 400 പോയാൽ 100. 100/4 എന്ന് പറഞ്ഞാൽ 25. അപ്പം 25% എന്ന് കിട്ടും. കിട്ടിയോ? ഒന്നും കൂടെ. ആദ്യം വലത്തോട്ട് ഗുണിക്കുന്നു 5 × 100 500 മൈനസ് ഇടത്തോട്ട് ഗുണിക്കുന്നു 4 × 100 400 ഡിവൈഡഡ് ബൈ ആ 4 × 400 തന്നെ അവിടെ എഴുതി വെക്കുക. ഗുണിക്കണം 100 കൂടെ ഇട്ട് വെക്കുക. ഉത്തരം കിട്ടും 25%. അടുത്ത ചോദ്യം ചെയ്യുമ്പോൾ അത് റെഡിയാകും. ഒരു കച്ചവടക്കാരൻ 5 നാരങ്ങകൾ 1 രൂപയ്ക്ക് വാങ്ങി. അപ്പൊ 5 എണ്ണം 1 രൂപയ്ക്ക് വാങ്ങി. എണ്ണം ആദ്യം എഴുതണം, പിന്നെയാണ് രൂപ എഴുതുന്നത്. പിന്നെയോ 4 നാരങ്ങകൾ 1 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടിയ ലാഭശതമാനം നേരത്തെ എഴുതിയ എക്സാക്ട് മെത്തേഡിൽ ചെയ്യാൻ പറ്റൂല. 5 എണ്ണം 1 രൂപയ്ക്ക് വാങ്ങിയാൽ ഒന്നിന് എത്ര രൂപയാ? 1/5 വരിക. അപ്പൊ പ്രയാസാവും. അപ്പൊ ഈ മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ലാഭശതമാനം കാണാനുള്ള ട്രിക്ക് യൂസ് ചെയ്യുക. ആദ്യം വലത്തോട്ട് ഗുണിക്ക് 5 × 1 5 മൈനസ് ഇടത്തോട്ട് ഗുണിക്ക് 4 × 1 4 ഡിവൈഡഡ് ബൈ ഇപ്പൊ കിട്ടിയ 4 തന്നെ അവിടെ ഇട്ട് വെക്കുക. ഇൻറ്റു ഒരു 100 ചെയ്യുക. 5-ന്ന് 4 പോയാൽ 1. 1/4 ഗുണിക്കണം 100. 4-ൽ ഒരു 4 100-ൽ 25 4. അപ്പൊ ഇവിടെയും ഉത്തരം 25% വരുന്നുണ്ട്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിപ്പോയി. ഒന്നും കൂടെ ചെയ്താൽ നിങ്ങൾ അതിൽ പ്രോ ആവും. ഒറ്റ പ്രാവശ്യം കൂടെ. ഒരു കച്ചവടക്കാരൻ 10 മിഠായികൾ 50 രൂപയ്ക്ക് വിറ്റു. അപ്പൊ 10 എണ്ണം 50 രൂപയ്ക്ക് വിറ്റു. 8 മിഠായികൾ 50 രൂപയ്ക്ക് വിറ്റു. അതായത് ഒരു കച്ചവടക്കാരൻ 10 മിഠായികൾ 50 രൂപയ്ക്ക് വാങ്ങി എന്നാലേ 10 മിഠായികൾ 50 രൂപയ്ക്ക് വാങ്ങി. അതിൽ 8 മിഠായികൾ 50 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടിയ ലാഭശതമാനം എത്രയാ നോക്കാം. 10 മിഠായികൾ 50 രൂപയ്ക്ക് വാങ്ങി. 8 മിഠായികൾ 50 രൂപയ്ക്ക് വിറ്റു എങ്കിൽ അയാൾക്ക് കിട്ടിയ ലാഭശതമാനം ആസ് ലൈക്ക് ദീസ് ഇതേപോലെ തന്നെ ചെയ്യുക. ലാഭശതമാനം ആദ്യം വലത്തോട്ട് 10 × 50 500 മൈനസ് ഇടത്തോട്ട് 8 × 50 8 5 40 അപ്പം 400 ഡിവൈഡഡ് ബൈ ഇപ്പൊ കിട്ടിയ 400 തന്നെ അവിടെ എഴുതി വെക്കുക 400 ഗുണിക്കണം ഒരു 100 കൂടെ. അപ്പൊ എങ്ങനെയാ ചെയ്യുക? ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0 പോകും. 2 പൂജ്യങ്ങൾ വെട്ടിപ്പോവും. 500 ഹരിക് മൈനസ് 400 100. അപ്പൊ 100/4 എന്ന് കിട്ടുന്നുണ്ട്. 100/4 25. അവിടെയും 25. എല്ലാ കേസിലും 25 ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് അൺഫോർച്ചുനേറ്റ്ലി അറിയാതെ എല്ലാ കേസിലും 25 വന്നു പോയതാണ്. എല്ലാ കേസിലും 25 ആകണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലവർ അങ്ങനെ ധരിച്ചു വെക്കും. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈപ്പിലേക്ക് പോകാം. ഈ ടൈപ്പ് റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ടൈപ്പിലേക്ക് പോകാം. വിറ്റ വില വാങ്ങിയ വില. നമ്മൾ ടൈപ്പ് കൂട്ടുക. കുറച്ചും കൂടെ മൂത്ത ടൈപ്പിലേക്ക് കടക്കുക. ഇതുവരെ നമ്മൾ ചെയ്തത് ലാഭശതമാനം നഷ്ടശതമാനമൊക്കെ കണ്ടുപിടിക്കാനുള്ള കാര്യമാണ്. ഇനി നമ്മൾ ലാഭശതമാനം നഷ്ടശതമാനമൊക്കെ തരും, എന്നിട്ട് വിറ്റ വില വാങ്ങിയ വില കണ്ടെത്താൻ പറയും. അതാണ് ഇനി നമ്മുടെ പരിപാടി. അപ്പൊ അതിലേക്ക് നോക്കാം. കുറച്ചും കൂടെ ചോദ്യത്തിന് മൂപ്പ് കൂടും. അപ്പൊ അതിനനുസരിച്ചിരിക്കുക. തുടങ്ങാം. വിറ്റ വില വാങ്ങിയ വില തുടങ്ങാം. ശ്രദ്ധിച്ചോ. ഒരാൾ 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 10% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്രയാണ്? വിറ്റ വില എത്രയാണ്? ഇതാണ് പരിപാടി. 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 10% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്രയാണ്? നോക്കാം, ശ്രദ്ധിച്ചോ. അപ്പൊ നോക്ക്, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആദ്യം ഒരാൾ 1400 രൂപയ്ക്ക് സൈക്കിൾ വാങ്ങി, 10% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ എന്താ? ആ 1400-ന്റെ 10% കുറച്ചിട്ടാണ് അയാൾ വിറ്റത്.
1400ന്റെ 10%. എടാ 10% കാണാൻ സിമ്പിളാ. ഏത് നമ്പറിന്റെയും 10% കാണാൻ അവസാനത്തെ അക്കം കഴിഞ്ഞ് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 140 അതാണ് ഇതിന്റെ 10%. അപ്പൊ 1400ന്റെ 10% കുറച്ചിട്ട് അയാൾ വിറ്റത്. 1400ന്റെ 10% 140. 1400 140 കുറച്ചാ കിട്ടുക 1260 കിട്ടുക. അപ്പൊ വിറ്റ വില എത്രയാ? 1260. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത്ര പണിയേ ഉള്ളൂ. ഒന്നും കൂടെ, 1400 രൂപയ്ക്ക് ഒരാൾ സൈക്കിൾ വാങ്ങി, അത് 10% നഷ്ടത്തിൽ അയാൾ വിറ്റു. അപ്പൊ 1400 രൂപയുടെ 10% കുറച്ചിട്ടാണ് അയാൾ സൈക്കിൾ കൊടുത്തത്. 1400 രൂപയുടെ 10% എത്രയാ? 10% കാണാൻ സിമ്പിളാ. അവസാനത്തെ അക്കം കഴിഞ്ഞ് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് 140.0140. അപ്പൊ 1400ന്റെ 10% 140. 1400 140 കുറച്ചിട്ടാ വിറ്റത്. അപ്പൊ വിറ്റ വില 1260. എടാ ഇത് 10% എന്ന് വന്നത് കൊണ്ട് മാത്രം നമുക്ക് ഇത്ര വേഗത്തിൽ കണ്ടെത്താൻ പറ്റിയത്. എല്ലാ കേസിലും 10% എന്നുള്ള രീതിയിൽ ചോദ്യം വരണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ അതിന്റെ ഐഡിയ പഠിച്ചു വെക്കണം, ട്രിക്ക് പഠിച്ചു വെക്കണം. നോക്കിക്കോ ചെയ്യുന്ന രീതി. ട്രിക്ക് പറയാം, നന്നായിട്ട് നോക്ക്. 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ. അപ്പൊ വാങ്ങിയ വില 1400. നമ്മുടെ എല്ലാ കളികളും വാങ്ങിയ വിലനെ ബേസ് ചെയ്തിട്ട്. വാങ്ങിയ വിലയാണ് നമ്മുടെ ഫുൾ എമൗണ്ട്. അതിൽ നിന്ന് കൂടുമ്പോൾ ലാഭം, അതിൽ നിന്ന് കുറയുമ്പോൾ നഷ്ടം. വാങ്ങിയ വിലയാണ് നമ്മുടെ ഫുൾ എമൗണ്ട്. വാങ്ങിയ വിലയെ എപ്പോഴും നമ്മൾ 100% എടുക്കുക. നമ്മുടെ 100%, ആ നമ്പറിന്റെ 100% എന്ന് പറഞ്ഞാൽ എപ്പോഴും വാങ്ങിയ വിലയാണ് എത്രയാ? 1400. അങ്ങനെയാണെങ്കിൽ ഈ സൈക്കിള് 10% നഷ്ടത്തിൽ വിറ്റു. 100ന്ന് 10% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ 90%. ഇപ്പൊ വിറ്റ വില എത്രയാണ് എന്നുള്ളത് കണ്ടെത്തണം. ഓക്കെ, രണ്ട് രീതിയിൽ കണ്ടെത്താം. ഒന്നാമത്തെ രീതി, 100നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 1400 ആകുക? നമുക്കറിയാം, 14 കൊണ്ട് ഗുണിച്ചാല. അപ്പൊ ഈ 90നെ 14 കൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ ഉത്തരം കിട്ടും. എങ്ങനെയാ? 90 ഗുണിക്കണം 14. 04 0 9 4 36. 01 0 9 1 9. 06 3 9 എത്രയാ? 12. 1260. അത് തന്നെയല്ലേ അവിടെയും കിട്ടിയത്. അത്രേ ഉള്ളൂ. ഒന്നും കൂടെ പറയാൻ ചെയ്തത്. നോക്ക്, എന്താ ഐഡിയ എന്ന് മനസ്സിലാക്കി ചെയ്യ്. അപ്പൊ സാധനം കിട്ടും. എന്താണ് അവിടുത്തെ ഐഡിയ നോക്കാം. വാങ്ങിയ വില 1400. ആലോചിച്ചോ, എപ്പോഴും 100% എന്ന് പറയുന്നതാണ് വാങ്ങിയ വില. അയാൾ 1400. എന്നിട്ട് അത് 10% നഷ്ടത്തിൽ വിറ്റു. 100%ത്തിൽ നിന്ന് 10% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ എത്രയാ? 90% വില എത്രയാന്ന് കണ്ടെത്തണം. 1000നെ 100നെ എന്തുകൊണ്ട് ഗുണിച്ചപ്പോൾ 1400 കിട്ടുക? 14 കൊണ്ടാ. അപ്പൊ 90നെ 14 കൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ ഉത്തരം കിട്ടും. എത്രയാണിടോ? 1260. ഇനി ചിലവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. 100നെപ്പം എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 14 കിട്ടുക? അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, അങ്ങനെ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ആ മെത്തേഡ് എങ്ങനെയാ ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നോക്ക്. 100% എന്ന് പറഞ്ഞാൽ 1400. അപ്പൊ 90% എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വലത്തോട്ട് ഗുണിക്കുക ആദ്യം. 90 ഗുണിക്കണം 1400 ഡിവൈഡഡ് ബൈ ഇടത്തോട്ട് ഗുണിക്കുക. 100 ഗുണിക്കണം കാലി 100 തന്നെ. ഒരു 0 1 0 1 0 0. 90 ഗുണിക്കണം 14 1260. അങ്ങനെയും ചെയ്യാം. ആസ് യു ലൈക്ക്. എന്ത് വേണമെങ്കിലും, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ച് ചെയ്തോളൂ. റെഡി? അടുത്ത ചോദ്യം. സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി. 15% ലാഭത്തിൽ സൈക്കിൾ വിറ്റു. എങ്കിൽ വിറ്റ വില എത്ര? അപ്പൊ ആലോചിക്കാം. വാങ്ങിയ വില 1500. അപ്പൊ 100% എന്ന് പറഞ്ഞാൽ 1500. 15% ലാഭത്തിൽ വിറ്റു എന്നാ പറഞ്ഞത്. 15% ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100%. 15% ലാഭത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 115% എത്രയാന്ന് കണ്ടെത്തണം. ഐഡിയ നോക്ക്. 100നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോൾ 1500 കിട്ടുക? 15 കൊണ്ടാ. അപ്പൊ 115നെ 15 കൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ ഉത്തരം കിട്ടും. 115നെ 15 കൊണ്ട് ഗുണിക്കുന്നത് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഉത്തരം കിട്ടുക 1725. കാൽക്കുലേഷൻ ഞാൻ ചെയ്യുന്നില്ല. ഓപ്ഷൻ ഡി ആ റൈറ്റ് ആൻസർ കിട്ടുക. അപ്പൊ 115നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 1725 കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ചോദ്യം. രാജു 10000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി. 1000 രൂപ മുടക്കി അത് പുതുക്കി പണിതു. 2500 രൂപ ചെലവാക്കി പെയിന്റ് ചെയ്തു.
അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം? തുടങ്ങാം. അപ്പോൾ വാങ്ങിയ വില എത്രയാ? 10,000 അല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് വാങ്ങുന്നിടത്ത് എന്തൊക്കെ ചെലവായോ അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളതാണ് വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ്. അപ്പൊ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? ആലോചിക്ക്. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,000 പ്ലസ് 1000 പുതുക്കി പണിയാൻ 11,000 പ്ലസ് 2,500 പെയിന്റ് ചെയ്യാൻ, അപ്പൊ ടോട്ടൽ 13,500 ആയി. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് വരുന്നത് 13,500. വിറ്റ വില എത്രയാന്ന് അറിയില്ല, 20% ലാഭത്തിലാണ് വിൽക്കുന്നത്. അപ്പൊ വിറ്റ വില എത്രയാ നോക്കാം. അപ്പൊ വാങ്ങിയ വിലയാണ് നമ്മുടെ 100%. അപ്പൊ ഇവിടുത്തെ 100% എന്ന് പറഞ്ഞാൽ ആരാണ്? 13,500 ആണ് ഇവിടുത്തെ 100% എന്ന് പറഞ്ഞാൽ. നമുക്ക് കാണേണ്ടത് എന്താ? 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം? ഇപ്പൊ 100%. 20% ലാഭം കിട്ടണമെങ്കിൽ 120% ആകണം. അപ്പൊ എത്രയാന്നുള്ളത് കണ്ടെത്തിയാൽ മതി. എടാ 100 13,500 ആകാൻ 135 കൊണ്ട് ഗുണിക്കുകയല്ലേ ചെയ്യുക. അപ്പൊ 120നെ 135 കൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ ഉത്തരം നമുക്ക് കിട്ടും. 120നെ 135 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ എത്രയാ? എനിക്കൊന്ന് 16,200 ആണ് കിട്ടുക കേട്ടോ. 16,200 ആണ് കിട്ടുക. നിങ്ങളൊന്ന് ഗുണിച്ചു നോക്ക്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും. 16,200 ആണ് കിട്ടുക. ഗുണിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്യ്. ഉത്തരം 16,200. അടുത്ത ചോദ്യം. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപ, ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറുകയാണെ. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടം എങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില. ഇതുവരെ വാങ്ങിയ വില തന്നിട്ട് വിറ്റ വില കാണാനാ പറഞ്ഞത്. ഇനി വിറ്റ വില തന്നിട്ട് വാങ്ങിയ വില കാണാനാ പറയാ. തിരിഞ്ഞു, ചോദ്യം തിരിഞ്ഞു. ഇതുവരെ വാങ്ങിയ വില തന്നിട്ട് വിറ്റ വില കാണാനാണ്. ഇനി ചെയ്യാനുള്ള കാര്യം എന്താണ്? വിറ്റ വില തന്നിട്ട് വാങ്ങിയ വില കാണാൻ പറയും. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ എപ്പോഴും 100%. അപ്പൊ വിറ്റ വില എത്ര ശതമാനം നോക്കാം. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി. അപ്പൊ 30% നഷ്ടത്തിന് വിറ്റപ്പോൾ 700 രൂപയായി. എടാ 100% ഫുൾ എമൗണ്ട്. അത് 30% നഷ്ടത്തിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ എത്ര ശതമാനാ? 70% ഇപ്പൊ വിറ്റ തുക. അതെത്രയാണ്? 700 പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ പറയാം. 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടം. അപ്പൊ 30% നഷ്ടത്തിൽ വിറ്റപ്പോൾ 700 കിട്ടിയത്. 30% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 100% വാങ്ങിയ വില. അതിൽ നിന്നും 30% നഷ്ടം എന്ന് പറഞ്ഞാൽ 70%. അപ്പൊ 70% 700 എന്ന് പറയുന്നത്. വാങ്ങിയ വില എത്രയാന്ന് ചോദിച്ചത് നമുക്കറിയാം. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 100%. അപ്പൊ 100% എത്രയാന്ന് പറയണം. ആലോചിക്ക്. 70നെ എന്തുകൊണ്ട് ഗുണിച്ചാല 700 ആവുക? 10 കൊണ്ട് ഗുണിച്ചാല. അപ്പൊ 100നെ 10 കൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ ഉത്തരം കിട്ടും. എത്രയാടാ? 1000. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിപ്പോയി. അടുത്ത ചോദ്യം. ഒരു റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില എത്രയാ? അപ്പൊ തുടങ്ങാം. 20% ലാഭത്തിന് വിറ്റപ്പോൾ 720. 100% വാങ്ങിയ വില. 20% ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ 120%. അതാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 720. അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില എപ്പോഴും 100%. അപ്പൊ 100% എത്രയാന്ന് കാണണം. നോക്ക്. 120 720 ആകണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നോക്കടാ. 12നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 72 കിട്ടുക? അറിയാത്തോലെ 72നെ 12 കൊണ്ട് ഹരിച്ചു നോക്കുക. 72ൽ എത്ര 12 കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. എത്ര 12 കിട്ടുക? 12നെ 6 കൊണ്ട് ഗുണിച്ചാലല്ലേ 72 കിട്ടുക. 12 × 6 72. അപ്പൊ 120 × 6 എന്ന് പറഞ്ഞാൽ 720. അപ്പൊ 120 എന്തുകൊണ്ട് ഗുണിച്ചാൽ 720 കിട്ടുക? 6 കൊണ്ട്. അപ്പൊ 100നെ 6 കൊണ്ട് ഗുണിച്ചാൽ ഇവിടുത്തെ ഉത്തരം കിട്ടും. എത്രയാ? 600. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഏതാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്? ആദ്യം വലത്തോട്ട് ഗുണിക്കുക. 100 ആദ്യം 120% എന്ന് പറഞ്ഞാൽ 720. 100% എത്രയാന്ന് കാണണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ആദ്യം വലത്തോട്ട് 100 × 720 ഡിവൈഡഡ് ബൈ 120 × കാലി 120. 0 0 വെട്ടി. 12 ഹരിക്കണം. 12ൽ ഒരു 12, 72ൽ 6 12. ഉത്തരം 100 × 60 600. അപ്പോഴും ഇതൊക്കെ തന്നെയാ കിട്ടുക. അപ്പൊ ചെയ്തൊന്ന് പ്രാക്ടീസ് ആക്കുക. അടുത്ത ചോദ്യം. ഒരാൾ ഒരു ഉൽപ്പന്നം 840 രൂപയ്ക്ക് വിറ്റു. 20% ലാഭം നേടി. 30% ലാഭം കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം? ഒരു ചെറിയ ട്രിക്കി ആയിട്ടുള്ള ചോദ്യം.
840 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം, വാങ്ങിയ വില 100%. 20% ലാഭം എന്ന് പറഞ്ഞാൽ 120%. അതെത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 840. ഇനി നമുക്ക് വേണ്ടത് വാങ്ങിയ വിലയല്ല. വാങ്ങിയ വിലയാണെങ്കിൽ 100% കണ്ടാൽ മതി. നമുക്ക് വേണ്ടത് 30% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ 30% ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ ഐഡിയ? നോക്ക്, 100% വാങ്ങിയ വില, അതിൽ നിന്ന് 30% ലാഭം കിട്ടുക എന്ന് പറയുമ്പോൾ 130% എത്രയാന്ന് കണ്ടെത്തിയാൽ മതി. 130% എത്ര? 120നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 840 കിട്ടുക? സിമ്പിൾ ആയിട്ട് 12നെ എന്തുകൊണ്ട് ഗുണിച്ചാലാ 84 കിട്ടുക നോക്കിയാൽ മതി. 12 × 6 ചെയ്തപ്പോൾ 72. അപ്പൊ 12 × 7 ചെയ്തപ്പോൾ 84. യെസ്, 12 × 7 ചെയ്താൽ കിട്ടുക 84. അപ്പൊ ഇവിടുത്തെ ഉത്തരം 130 × 7 ചെയ്താൽ ഇവിടുത്തെ ഉത്തരം കിട്ടും. എത്രയാ കിട്ടുക എന്നറിയോ? 910 ആണ് ഗുണിച്ചാൽ കിട്ടുക. നിങ്ങൾ ഗുണിച്ചു നോക്കിയാൽ മതി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ കിട്ടുക. ഓക്കെ, അടുത്തത് ഇനി അവസാനത്തെ ടൈപ്പിലേക്ക് പോകാം. ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. ലാസ്റ്റ് ടൈപ്പാണ്, ശ്രദ്ധിക്കുക. ഡിസ്കൗണ്ട് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കാര്യം നോക്കാം. എടാ, ഒരു കടയിൽ പോയിട്ട് ആ കടയിൽ ആ ഒരു ഷർട്ട് വാങ്ങാനാണ് പോയതെന്ന് വിചാരിക്കുക. ആ ഷർട്ടിന്റെ മുകളിൽ ഒരു പ്രൈസ് ഉണ്ടായിരിക്കും. അതാണ് ഷർട്ടിന്റെ പരസ്യവില. എന്നിട്ട് ആ പരസ്യ വിലയിൽ നിന്നും ഒരു 10 രൂപ നീക്ക് കുറച്ചു തന്നാൽ ആ കുറച്ചു തന്ന വിലയാണ് വിറ്റ വില എന്ന് പറയുന്നത്. അപ്പൊ ആ പരസ്യ വിലയിൽ നിന്നും വിറ്റ വില കുറച്ചാൽ കിട്ടുന്നതാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ശതമാനം കാണാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യ വില × 100. ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിലൂടെ പഠിച്ചാൽ മതി. 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്രയാ? നോക്ക്, 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്രയാ? നോക്ക്, അപ്പൊ 500 രൂപയാണ് വില. വാങ്ങിയ വില 500 ആണ്. അതായത് 100%. 100% എപ്പോഴും 500 രൂപയാണ്. അതായത് ആ സാധനത്തിന്റെ ഒറിജിനൽ വില അതാണ് 100%. 500. 10% ഡിസ്കൗണ്ടിന് വിറ്റു. 10% ഡിസ്കൗണ്ടിന് വിറ്റു എന്ന് പറഞ്ഞാൽ 90% വിറ്റു. 90% വിറ്റാൽ എത്ര രൂപയാണ് നഷ്ടം എന്ന് കണ്ടെത്തണം. ആദ്യം എത്ര രൂപയാണ് വിറ്റാൽ കിട്ടുക എന്നുള്ള കാര്യം കണ്ടെത്താം. 100 500 ആകാൻ 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 90നെ 5 കൊണ്ട് ഗുണിച്ചാൽ 450 കിട്ടും. അത് നോക്കുമ്പോൾ ഉത്തരത്തിൽ ഉണ്ടാവില്ല. കാരണം നമ്മളോട് ചോദിച്ചത് വിറ്റ വില എത്രയാന്നല്ല, എത്രയാണ് നഷ്ടം ഉണ്ടായതെന്ന. 500 ആയിരുന്നു ഒറിജിനൽ വില. അത് 450ന് വിറ്റപ്പോൾ 50 രൂപ നഷ്ടം. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടി. അടുത്തത്, ഇതൊരു മോസ്റ്റ് കോമൺ ചോദ്യം. പ്രിലിംസിന് ഒരുപാട് തവണ കണ്ടിട്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. നന്നായിട്ട് ശ്രദ്ധിക്കുക. അവസാനത്തെ ടൈപ്പിലുള്ള ചോദ്യം നന്നായിട്ട് നോക്കുക. ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് കണ്ടെത്തണം. നോക്കിക്കോ, എങ്ങനെ ചെയ്യാന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഒരു വസ്തുവിന്റെ ഒറിജിനൽ വില 100%. 100%. അതിൽ നിന്ന് 20% ഡിസ്കൗണ്ട് ആദ്യം കൊടുത്തു. 20% ഡിസ്കൗണ്ട് കൊടുത്താൽ അത് 80%. ഇപ്പോൾ 80%. ഇനി വീണ്ടും 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ എല്ലാവരും ചിന്തിക്കുക, 100%ത്തിൽ നിന്ന് 10% ഡിസ്കൗണ്ട് കൊടുത്താൽ 90%. അല്ല, ഇനി കൊടുക്കുന്നത് ഈ 80%ത്തിന്റെ 10% ഡിസ്കൗണ്ട് കൊടുത്തു. 80%ത്തിന്റെ 10% എത്രയാ? 10% കാണാൻ സുഖ. അവസാനത്തെ അക്കം കഴിഞ്ഞൊരു പോയിന്റ് ഇട്ട് കൊടുക്കുക. 8.08. അപ്പൊ ഈ 80%ത്തിന്റെ 10% കുറച്ചാണ്ടാണ് അടുത്ത് കൊടുത്തത്. 80%ത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 8. അത് കുറച്ചാൽ 72% ആവും. ഇനി 72%ത്തിൽ നിന്ന് വീണ്ടും 25% ഡിസ്കൗണ്ട് കൊടുത്തു. 72ന്റെ 25% എങ്ങനെ കണ്ടെത്തുക? 72 × 25/100 അങ്ങനെയാ ശതമാനം കണ്ടെത്തുക. 25ൽ ഒരു 25, 100ൽ 4 25. 72/4 ചെയ്താൽ 18 കിട്ടുക. അപ്പോൾ 72ന്റെ 25% 18. അപ്പൊ 72%ത്തിൽ നിന്ന് 18% കുറച്ചാൽ ബാക്കി ഉണ്ടാവുക 54%. അപ്പൊ ടോട്ടൽ 100%ത്തിൽ നിന്ന് 54% ആയി. അപ്പൊ ഉത്തരം 54% എന്ന് ടിക്ക് ചെയ്താൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് തെറ്റിച്ചു. അതല്ല അതിന്റെ ഉത്തരം. നമ്മളോട് ചോദിച്ചത് ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം. എടാ, 100% ഉള്ള ഒരാള് ഇപ്പൊ 54% ആയി. അപ്പൊ എത്രയാ 100ന്ന് ഡിസ്കൗണ്ട് ആയത്? 46%. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. തെറ്റിക്കരുത്. അപ്പൊ ഒന്നും കൂടെ പറയാം. 100% ആയിരുന്നു ഒറിജിനൽ വില.
20% ഡിസ്കൗണ്ട്, അപ്പൊ 80%. പിന്നെ ആ 80ന്റെ 10% 8 രൂപ, അപ്പൊ 72%. ഇനി ആ 72ന്റെ 25% 18 കുറച്ചപ്പോ 54%. അപ്പൊ 100 ആള് ഇപ്പൊ 54%. എത്രയാ ഡിസ്കൗണ്ട് വന്നത്? 46. ആൻസർ ഈസ് 46. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്, പെട്ടെന്ന് കിട്ടൂല, ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടാ. അപ്പൊ അത് ചെയ്യാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. എങ്ങനെയാണ് അതിന്റെ ആശയം പോകുന്നത് നോക്ക്. എന്താ, നമ്മൾ എപ്പോഴും എത്ര രൂപയാണ് വാങ്ങിയ വില എന്നറിയില്ല, വാങ്ങിയ വില 100 എടുത്തു. ഇനി നോക്കുക, ആദ്യത്തെ എന്താ? 20% ഡിസ്കൗണ്ട്. എടാ 100ന്ന് 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 80%. അതായത് 80/100 എന്നിട്ട് കൊടുക്കുക. ഗുണിക്കണം. അടുത്തത് 10% ഡിസ്കൗണ്ട്. അത് 80ന്റെ അല്ല എടുക്കുക. ഗുണിക്കുമ്പോൾ നിങ്ങൾ 100ന്റെ 10% തന്നെ ഡിസ്കൗണ്ട് ആയിട്ട് എടുക്കുക. 100ന്റെ 10% ഡിസ്കൗണ്ട് ആയി എന്ന് പറഞ്ഞാൽ എത്രയായി? 90%. 90/100. അടുത്ത 25% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 25 അല്ല, 100ന്റെ തന്നെ എടുക്കുക. എല്ലാം 100 വെച്ചിട്ട് തന്നെ എടുക്കുക. 100ന്റെ 25% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 75%. ദാറ്റ് ഈസ് 75/100. ഇതെല്ലാം കൂടെ ഗുണിച്ച ഉത്തരം കിട്ടും. ഗുണിക്കാൻ സിമ്പിളാ. ഒരു 0 ഒരു 0, ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0, ഇവിടെ 2 0 ഇവിടെ 2 0, അത്രയും വെട്ടിപ്പോയി. ഇനി ബാക്കിയുള്ളത് 75 100 ഉണ്ട്. നോക്കടാ, 75ല് 3 25, 100ലോ 4 25, അതും വെട്ടി. 4ല് 1 4, 8ലോ 2 4, അതും വെട്ടി. ഇനി താഴെ ഒന്നുമില്ല, മുകളിൽ മാത്രം. 2 × 9 × 3, 2 3 6, 6 9 54. അപ്പൊ 100% ഉള്ള ആള് 54%. അപ്പൊ ഡിസ്കൗണ്ട് വരുന്നത് എത്രയാണ്? 46%. അത് കാണാന് 100ന്ന് 54 കുറച്ചാൽ മതി. ഇതാണ് ഐഡിയ. തെറ്റിയിട്ട് 54 തന്നെ എഴുതി വെക്കരുത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന്റെ വില 20% കൂടിയ ശേഷം 30% വീണ്ടും കൂടിയാൽ വില എത്ര ശതമാനം കൂടും? അപ്പൊ വസ്തു 100%, 100. അതിന്റെ വില 20% കൂടി, അപ്പൊ 120%, 120/100. അതിന്റെ വില വീണ്ടും 30% കൂടി, എല്ലാം 100 തന്നെ. 100ന്ന് 30% കൂടിയ 130/100. എത്രയാ? ഒരു 0 ഒരു 0, ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0, ഇവിടെ 2 0 ഇവിടെ 2 0. മുകളിലുള്ളതെല്ലാം പോയി. ഇനി താഴെയുള്ളത് കംപ്ലീറ്റ് പോയി. ഇനിയുള്ളത് ആര് മാത്ര? 12 × 13 മാത്രമാ. 12 × 13 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 156 കിട്ടുക. അപ്പൊ 100% ഉണ്ടായിരുന്നത് അതിപ്പോ 156%. എത്ര കൂടി? 56% കൂടി. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയല്ലോ. അടുത്ത, ഒരു വസ്തുവിന് 10% കിഴിവ് കൊടുത്ത ശേഷം 40% കിഴിവ് കൊടുത്താൽ ആകെ കിഴിവ് എത്ര ശതമാനം? അപ്പൊ ഒരു വസ്തുവിന്റെ വില 100, 10% കിഴിവ് കൊടുത്തു, അപ്പൊ 90%, 90/100. എഗെയിൻ 40% കിഴിവ് കൊടുത്തു, 100ന്നാണ് 40 കൊടുക്കുന്നത്, അപ്പൊ 60%, 60/100. ആകെ കിഴിവ് കാണണം. നോക്കാം. ഒരു 0 ഒരു 0, ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0, ഇവിടെ 2 0 ഇവിടെ 2 0. ഇനി ബാക്കിയുള്ളത് 9 × 6 54%. അപ്പൊ 100% ഉള്ള ആള് ഇപ്പൊ 54%. കിഴിവ് എത്ര ശതമാനം? 46%. കഴിഞ്ഞല്ലോ. റെഡിയല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിച്ചോ. 5 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിന്റെ വില 30% വർദ്ധിപ്പിച്ച് 20% കുറച്ചു. വിലയിൽ വന്ന മാറ്റം എന്ത്? നോക്കാം. ഇവിടുത്തെ 5 ലക്ഷത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എത്ര ശതമാനമാണ് കുറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇനി 5 ലക്ഷത്തിൽ കണ്ടാലും 100ൽ കണ്ടാലും ബാക്കി ഏത് നമ്പറിൽ കണ്ടാലും ഉത്തരം സെയിം ആണ് കിട്ടുക. അപ്പൊ 5 ലക്ഷത്തിന്റെ കഥ നിങ്ങൾ നോക്കണ്ട. നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യാം. ഏതാ? 100%. വില 30% കൂട്ടി, അപ്പൊ 130%, 130/100. എഗെയിൻ 20% കുറച്ചു, 100ന്ന് 20% കുറച്ചാൽ 80/100 എന്ന് കിട്ടുന്നുണ്ട്. എത്രയാ വരിക? ഒരു 0 ഒരു 0, ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0, ഇവിടുത്തെ 2 0 പോയി. ബാക്കി 13 × 8, 10 8 80, 3 8 24 എന്ന് കിട്ടുന്നുണ്ട്. എത്രയാ കിട്ടുക? 104 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ 100% ഉള്ള ആൾ ഇപ്പൊ 104%. അതായത് 4% കൂടുന്നു. ഇതാണ് ഐഡിയ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരു ബേസിക് ലെവലിലുള്ള ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള ഒരു വിധപ്പെട്ട ടൈപ്പിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഏകദേശം ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇനി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പൊ താങ്ക് യു ഓൾ.